വീടുകളിൽ ഏറ്റവും ശല്യക്കാരായി മാറിയിരിക്കുകയാണ് എലി, പല്ലി, പാറ്റ എല്ലാം അല്ലേ. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണ്, ഏത് സമയത്ത് സദാസമയം നമ്മുടെ വീടുകളിൽ കാണുന്നതാണ് എലിയും, പല്ലിയും, പാറ്റ. അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളിലൊക്കെ നീറുകൾ അങ്ങനെയൊക്കെ ഭയങ്കര ശല്യമാണ്. നമുക്കൊന്നും പറിക്കാനോ ഒന്നും വെക്കാൻ പറ്റത്തൊന്നുമില്ല. അതുപോലെ ശല്യക്കാരായവരെല്ലാം നമുക്ക് നമ്മുടെ മരത്തിൽ നിന്നും വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് അടിപൊളി കിടക്കാത്ത സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായ പാലുണ്ടെങ്കിലും കുഴപ്പമില്ല, പച്ച പാലാണെങ്കിലും മതി. ആ പാലിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലെ പല്ലീനെ, പാറ്റാനെ, എലീനെ എല്ലാം തുരത്താൻ ഇത് മാത്രം മതി. വളരെ എഫക്റ്റ് കൂടിയ ഒരു സൊല്യൂഷനാണിത്. ഇത് നമുക്ക് ഇതേ രീതി ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ആ പാലിലേക്ക് കുറച്ച് പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഉറുമ്പിനെ പോലും നമുക്ക് തുരത്താൻ പറ്റും. കാര്യം ഉറുമ്പൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉറുമ്പ് പൊടി വീട്ടിൽ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പൗഡർ മുഖത്തിടാൻ മാത്രമല്ല, ഇതുപോലൊക്കെ നല്ല യൂസ് ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്പുകളുണ്ട് പൗഡർ കൊണ്ട്. അതൊക്കെ ഉടനെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ ശർക്കരയുടെ സ്മെല്ലടിച്ചിട്ട് പല്ലിയും പാറ്റയൊക്കെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ശർക്കരയുടെ മണവും ശർക്കരയൊക്കെ വളരെ ഇഷ്ടമാണ് എലിക്ക്. അത് വന്നപ്പോൾ എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മൈദാമാവാണ് ഇട്ട് കൊടുക്കുക. എനിക്ക് എന്താണ് വീട്ടിലുള്ള അത് ചെയ്ത് കൊടുക്കുക. ഇതിൽ തേങ്ങ ആണെങ്കിലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് എലി, പല്ലി, പാറ്റ വരാൻ ചാൻസ് ഉള്ള എല്ലാ ഭാഗത്തും ഇതുപോലെ കൊണ്ടുവച്ചാൽ മാത്രം മതി. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നല്ല അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ അവിടെ അങ്ങനെ എലി വരുന്നൊന്നുമില്ല. എന്നാലും തട്ടൊക്കെയുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ സ്മെല്ല് അടിച്ച ഉടനെ ഒരു വശത്തോട്ട് പോലും വരത്തില്ലെന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നാക്കി അത് കുടിച്ച് അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശർക്കര മധുരം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ വയറ്റിൽ ചെല്ലുമ്പോൾ ഭയങ്കര പരവേഷം മൂത്തിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് പോകുന്നതായിരിക്കും. നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ പെരിച്ചാരികളെ തുരത്താനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ്, എനിക്ക് 100% റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൻ്റെ എവിടെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരുപാട് ഒച്ച അനക്കങ്ങളൊന്നും ഇല്ലാത്ത ഭാഗത്താണ് സന്ധ്യാസമയത്താണ് ഇതുങ്ങൾ ഇറങ്ങുന്നത്. കിച്ചണൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കിച്ചണിൽ എല്ലാം കയറി നശിപ്പിച്ച് വെക്കും. ആ സമയം എവിടെയാണ് എലിയുടെ ശല്യം കൂടുതലുള്ള ആ പക്ഷത്തെല്ലാം നിങ്ങൾ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ ഇതുപോലെ മരങ്ങൾ, നമ്മൾ നെല്ലിമരം, നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകൊക്കെ, പിന്നെ ചക്ക, മാങ്ങ, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങൾ നമ്മൾ ചക്കയും മാങ്ങ പറിക്കാൻ വേണ്ടി കയറുമ്പോൾ നീറ് കടിച്ചിട്ട് കയറാൻ പോലും പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീറിനെ നമുക്ക് ആ മരത്തിൽ നിന്ന് തുരത്താം. അതിനുള്ള അടിപൊളി ഒരു സൂത്രമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ നെല്ലിമരമാണ്. ഈ നെല്ലിക്ക പറിക്കാൻ വേണ്ടി കയറിയിട്ട് നീറ് കാരണം നമുക്ക് ആ നെല്ലിയിലോട്ട് ഇത് തൊടാൻ പോലും പറ്റില്ല. അതുപോലെ നീറിൻ്റെ ശല്യമാണ് കേട്ടോ. ഇത് കണ്ടില്ല, മരത്തിൽ ചുവട് മുഴുതലാണ്. ഇത് കണ്ടില്ല, നീറ് കയറിയൊക്കെ നിൽക്കുകയാണ്. അതുപോലെ കടയുടെ സൈഡിലെല്ലാം ഇതുപോലെ നീറിൻ്റെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തുരത്താമെന്ന് നോക്കാം. ഇതൊക്കെ പറിക്കാൻ വേണ്ടി നമ്മൾ മരത്തിലൊക്കെ കയറുമ്പോൾ നീറ് കടിച്ചാലുള്ള വേദന എല്ലാവർക്കും അറിയാമായിരിക്കും. കടി കൊണ്ടവർക്കേ ആ വേദന അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുരുമുളകൊക്കെ കണ്ടില്ലേ നല്ല വലുതായിട്ട് കിടപ്പുണ്ടെന്ന് പറിക്കണമെങ്കിൽ നീറിൻ്റെ ശല്യം കാരണം പറിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കമ്പിളി നാരങ്ങ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തയ്യാറാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ടിപ്പാണിത് കേട്ടോ. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. പഴയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കാം. ഇപ്പോൾ 1/2 ലിറ്റർ വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ മതി. നീറിൻ്റെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോകാൻ സഹായിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കിവിടെ വിനാഗിരിയാണ് വേണ്ടത്. ഒരുപാട് വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഒരു 1/4 കപ്പ് വിനാഗിരിയോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് സോപ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു സോപ്പ് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് മാത്രം മതി. വെള്ളം, വിനാഗിരി, സോപ്പ് പൊടി ഇത് മാത്രം മതി ഉറുമ്പിനെ തുരത്താനും അതുപോലെ തന്നെ നമ്മുടെ നീറിനെ തുരത്താനും. നല്ല അടിപൊളി റിസൾട്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലെടുക്കുക. ആ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് ഒഴിച്ച് വെക്കുവാണെങ്കിൽ അരിച്ചിട്ട് വെക്കണം. കാര്യം സോപ്പ് പൊടിയൊക്കെ നല്ല അരിത്തില്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ വളരെ പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുപ്പിയാണ് എടുക്കുന്നത്. ഈ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് കുപ്പിയുടെ അടുപ്പിന് ഹോളിട്ട് എടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ല ലൈവായിട്ട് കാണിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ചക്കയോ മാങ്ങയോ എന്ത് വേണേലും നമുക്ക് ആ മരത്തിൽ കയറി പറിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നീറൊക്കെ അതിൽ നിന്ന് പോകുന്നതായിരിക്കും. നല്ല അടിപൊളിയാണ്. ഇതിന് മുമ്പ്
ഞാൻ എൻ്റെ ചാനലിൽ നീറിനെ തുരുത്താൻ സിമ്പിളായിട്ടൊരു ടിപ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ കുപ്പിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകാം. ആ സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലെല്ലാം നീറിൻ്റെ ശല്യമാണ് കേട്ടോ. അതുപോലെ ഈ നീറ് നമ്മുടെ ചെടികളും അതുപോലെ തന്നെ നമ്മൾ ഈ വഴുതനങ്ങ, കത്തിരിക്ക, വെണ്ടയ്ക്ക ഇതൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഉറുമ്പുകളും മുഞ്ഞ പോലെയൊക്കെ വരത്തില്ല, അതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതൊക്കെ അതിൽ നിന്ന് പോകുന്നതായിരിക്കും. നല്ലപോലെ തഴച്ച് വളരുകയും ചെയ്യും. നമ്മുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ശല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ കൃഷിയൊക്കെ നല്ലപോലെ തഴച്ച് വളരും കേട്ടോ. അപ്പോൾ ആ ചുവട്ടിലായിട്ട് ഇത് കുറച്ചിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ മരത്തിലെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നപ്പോൾ തന്നെ അതിൽ നിന്ന് അത് ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ചിലത് ചത്തു പോകുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഓടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് അറിയത്തില്ല, എന്നാലും നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പിന്നെ ഒഴിക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, അത് ഓടുന്നുണ്ട്. അതിൽ നിന്ന് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് നെല്ലിക്ക ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റാത്ത കാരണം ആ നെല്ലിക്കയിൽ വരെയാണ് നീറിങ്ങനെ കൂട് കെട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ദേഹത്ത് പിന്നെ കടിച്ച് നമ്മൾ ശക്തിയാക്കും ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് പറിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല റിസൾട്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് നെല്ലിക്ക എല്ലാം പറിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഈ മരത്തിൽ ഇവിടെ എല്ലാം ഞാൻ കുരുമുളകൊക്കെ ഇവിടെ കായ്ച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇതിലെല്ലാം നമുക്ക് മുഴുവൻ നീറാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറിച്ച് നോക്കി. ഇങ്ങനെ പറിക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ നീറ് കാരണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയിട്ടൊന്ന് ഈ ഇതൊക്കെ പറിച്ചെടുക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കാണുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലെല്ലാം ഞാൻ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമുക്കുണ്ട്. അത് നമുക്ക് കടയുടെ ഒരു ഭാഗത്തേക്ക് കുറച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നീറ് ഇങ്ങനെ ഓടുന്നത് നമുക്ക് ആ ഷോപ്പിൻ്റെ ഭാഗത്താണ് കൂടുതലും. അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, അതിലാണ് കൂടുതലും നമ്മുടെ ബോഗൺവില്ല ഇതില്ലേ ആ ഒരു ചെടി, അത് മരമാണ്. അതിലെല്ലാം ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം നമുക്കിത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. സിമ്പിളാണ്. ഇതിനായിട്ട് വെറുതെ കാശ് വെളി കളയേണ്ട കാര്യം, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ല, അപ്പോൾ ഇവിടുത്തെ ആ ഉറുമ്പിൻ്റെ ആ നീറിൻ്റെ ശല്യം എല്ലാം മാറിയിട്ടുണ്ട്. നമ്മളവിടെ ഇങ്ങനെ ഇരുത്തത്ത് പോലിരുന്നു, കടയിൽ ഇരുത്തത്ത് പോലില്ലായിരുന്നു. ഇത് കയറി കയറി കടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഒരു ശല്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ തണുപ്പത്ത് വെയിലൊക്കെ ചെറിയ ഇളം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി പാമ്പുകൾ വന്ന് കിടക്കും. നമ്മൾക്കറിയത്തില്ല, കാര്യം മഴക്കാലമൊക്കെ ആയത് കാരണം മഴയൊന്നും ഇന്ന് ആർക്കും ചെറിയൊരു വെയിൽ വന്നാൽ അത് അതിന് വേണ്ടി ഈ സൈഡുകളിലും ചെടിയുടെ ഇടകളിലും ഒക്കെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഇതുങ്ങളെ തുഴുത്താനായിട്ട് നമ്മളൊന്നും അത് കൊച്ചു കുട്ടികളൊക്കെ വെളിയിൽ ഇറങ്ങിപ്പോയി ചെടിയൊക്കെ പൂവൊക്കെ പറിക്കാൻ പോകുമ്പോഴത്തേക്കും അതൊക്കെ അപകടമാണ്. അതുകൊണ്ട് ഇതുങ്ങളെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരുത്താനും വീട്ടിനുള്ളിലേക്ക് കയറി വരാതിരിക്കാൻ പറ്റിയ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ടൊരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വളരെ നല്ലതാണ് ഈ മഞ്ഞൾപ്പൊടിയും കൊണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഹാർപ്പിക്ക് ഒഴിക്കുക. ഈ ഹാർപ്പിക്കിൻ്റെ സ്മെല്ല് ഇതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. എലിക്ക്, പല്ലിക്ക്, പാറ്റാക്ക ഇതൊന്നും ഈ ഇടച്ചെടികൾക്കൊന്നും ഇഷ്ടമല്ല. ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ ക്ലോസറ്റ് കഴുകാനും സിങ്ക് കഴുകാനും ഒന്നും മാത്രമല്ല നമുക്ക് ഹാർപ്പിക്ക് ഇങ്ങനെയൊക്കെ ഇതുങ്ങളെ തുരുത്താനും വളരെ നല്ലതാണ് ഹാർപ്പിക്ക് കേട്ടോ. അപ്പോൾ ഈ ഹാർപ്പിക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടൊരു സൂത്രത്തോട് നമുക്ക് ചേർത്ത് കൊടുക്കണം. 2 ചുള വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ വെളുത്തുള്ളിയുടെ മണം, അത് മഞ്ഞളിൻ്റെ മണം, അതുപോലെ തന്നെ നമ്മുടെ ഹാർപ്പിക്കിൻ്റെ സ്മെല്ല് ഒക്കെ അടിച്ചിട്ട് ഇത് വീടിൻ്റെ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും വീടിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ടെങ്കിൽ പോലും വീടിൻ്റെ അകത്തുനിന്നും വെളിയിൽ നിന്നും ഇറങ്ങി പോകുന്നതായിരിക്കും. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് 6-ൻ്റെ ഒക്കെ സൈഡായത് കാരണം അവിടെ നല്ല തണുപ്പും വെള്ളമൊക്കെ കയറി കിടക്കും. നമ്മുടെ അവിടെ കുറച്ച് കാടൊക്കെ ഉണ്ട് താഴ്ഭാഗത്തായിട്ട്. അവിടെ നിന്നൊക്കെ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ടൊക്കെ ഇങ്ങനെ കയറി വലിയ വലിയ എളിമാളമൊക്കെ ഉള്ളതൊക്കെ കാരണമൊക്കെ ആയിരിക്കും കയറി ഇങ്ങനെ വരുന്നത്. സ്ഥിരമൊക്കെ വരുന്നതാണ്, നമ്മൾ കാണാറുള്ളതാണ്. അന്നപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു ടിപ്പ്. ഞാൻ വേറെ ഒന്നും മണ്ണെണ്ണയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇന്ന് ഓടിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് കാടൊക്കെ ഞാൻ വെട്ടി തെളിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ എല്ലാം ഇതിങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മൂലയിലൊക്കെ ആണെങ്കിൽ ഇത് കണ്ടില്ല, ഈ ഒരു സൈഡിലൊക്കെ ഹോള് പോലെയൊക്കെ ഉണ്ട്, അവിടെ എല്ലാം നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കഴിവതും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇതുങ്ങളെ മാറ്റി നിർത്താൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിനുള്ളിലേക്കൊന്നും കയറി വരാതെ മാറ്റി നിർത്താൻ പറ്റുന്നതാണ്. നമ്മളിതിനെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. നമ്മുടെ വീട്ടിലോട്ട് കയറി നമുക്ക് പേടിയല്ലേ, ഇതിനെ കാണുമ്പോഴേ പേടി വരും. അന്നപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട്
ഒരു വീട്ടിൽ കയറി വരരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വശത്തുനിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ എലികൾ ഒത്തിരി കൂടുമ്പോഴും അതുപോലെ പെരിച്ചാരികളുടെ ശല്യമൊക്കെ കൂടുമ്പോഴാണ് ഇതുങ്ങളൊക്കെ ഇറങ്ങി വരാറുള്ളത്. ഇതുങ്ങളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നതാണ്. അപ്പോഴത്തേക്ക് ആദ്യം എലികളെ വീട്ടിൽ നിന്ന് തുരത്തുക. അതിനുശേഷം ഇതുങ്ങളും പൊക്കോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.